ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഡോക്ടർ മൻമോഹൻ സിംഗും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ടോപ്പിക്സുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1951 മുതൽ 2017 വരെയുള്ള കാലയളവിൽ പല പ്രൈം മിനിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ 12 പഞ്ചവത്സര പദ്ധതികളാണ് നടത്തപ്പെട്ടത്. ഓരോ പദ്ധതിയിലും പല ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് നടത്തിയ ഇവയിൽ വിജയപരാജയങ്ങൾ മാറിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ 2014 12ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി സ്ഥാനമേറ്റതോടെ പഞ്ചവത്സര പദ്ധതികൾ അവസാനിക്കുകയും പകരം നീതി ആയോഗ് എന്ന പേരിൽ പുതിയൊരു പദ്ധതി ആരംഭിക്കുകയും ചെയ്തു. നീതി എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം ധാർമ്മികത എന്നാണ്. ഇന്ത്യയെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ദേശീയ സ്ഥാപനം എന്ന നിലയ്ക്കാണ് നീതി ആയോഗ് രൂപം കൊണ്ടത്. ഇതാണ് ഇന്ത്യയെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ദേശീയ സ്ഥാപനം എന്ന നിലയ്ക്കാണ് നീതി ആയോഗ് രൂപം കൊണ്ടത്. നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. ഇത് എന്നാണ് നിലവിൽ വന്നത്? 2015 ജനുവരി 1-നാണ്. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് എന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് നിലവിൽ വന്നത്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ ഒന്നുമല്ല, മറിച്ച് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയോ അതുമല്ലെങ്കിൽ അഡ്വൈസറി ബോഡിയുമാണ്. അതായത് ഇതൊരു ഉപദേശക സമിതിയാണ്. നീതി ആയോഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉപദേശക സമിതിയാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന് ഉപദേശം നൽകാനുള്ള ഒരു ചിന്താ സംഭരണി അല്ലെങ്കിൽ ഒരു തിങ്ക് ടാങ്കായിട്ടാണ് നീതി ആയോഗ് പ്രവർത്തിക്കുന്നത്. എന്താണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന് പല കാര്യങ്ങളിലും ഉപദേശം നൽകുന്നതിനുള്ള ഒരു ചിന്താ സംഭരണി അല്ലെങ്കിൽ ഒരു തിങ്ക് ടാങ്കായിട്ടാണ് നീതി ആയോഗ് പ്രവർത്തിക്കുന്നത്. നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ചുമതല എന്താണ്? ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുക. എന്താണ്? ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുക എന്നതാണ് നീതി ആയോഗിന്റെ ചുമതല എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ നീതി ആയോഗിന്റെ അധ്യക്ഷനാരാണ്? അത് പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ അധ്യക്ഷനാരാണ്? പ്രധാനമന്ത്രിയാണ്. അതുപോലെ പ്രഥമ അധ്യക്ഷനും നിലവിലത്തെ അധ്യക്ഷനും ആര് തന്നെയാണ്? നരേന്ദ്രമോദിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. എന്താണ്? നീതി ആയോഗിന്റെ പ്രഥമ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും ആര് തന്നെയാണ്? ശ്രീ നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ പ്രഥമ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും. അതുപോലെ നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷനാരാണ്? അരവിന്ദ് പനഗരിയാണ്. എന്താണ്? നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷനാരാണ്? അരവിന്ദ് പനഗരിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ഇന്ത്യ ദി എമർജിംഗ് ജയന്റ്. എന്താണ്? ഇന്ത്യ ദി എമർജിംഗ് ജയന്റ് എന്നുള്ളത് അരവിന്ദ് പനഗരിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റ് ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. അതുപോലെ നീതി ആയോഗിന്റെ പ്രഥമ CEO ആരാണ്? അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? അത് സിന്ധു ശ്രീ കുള്ളറാണ്. എന്താണ്? നീതി ആയോഗിന്റെ പ്രഥമ CEO ആരാണ്? സിന്ധു ശ്രീ കുള്ളറാണ്. ഈ പേരുകളൊന്നും മറന്നു പോകരുത്. അതുപോലെ നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യയുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ പദ്ധതി തന്ത്രപ്രധാനമായ പല വികസന പദ്ധതികൾ ഒരുക്കുകയും നടപ്പിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. എന്താണ്? ഇന്ത്യയുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ പദ്ധതി തന്ത്രപ്രധാനമായ പല വികസന പദ്ധതികൾ ഒരുക്കുകയും നടപ്പിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. അതുപോലെ മറ്റൊരു ലക്ഷ്യമാണ് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുന്നു. എന്താണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുന്നു. വ്യവസായവും സേവന മേഖലകളൊക്കെ എന്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിവയിൽ വരുന്നവയാണ് വ്യവസായ മേഖലയും സേവന മേഖലയും. അതിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി നമ്മളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് വൺ, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. എന്താണ്? പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. തേർഡ് വൺ, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. നെക്സ്റ്റ് വൺ, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. എന്താണ്? പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. നെക്സ്റ്റ് വൺ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. എന്താണ്? ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. നെക്സ്റ്റ് വൺ, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. നെക്സ്റ്റ് വൺ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക.
സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക. എന്താണ്? സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക, സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക. സോ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഇന്ത്യയുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ പദ്ധതി, അതായത് നീതി ആയോഗ് എന്ന പദ്ധതി തന്ത്രപ്രധാനമായ പല വികസന പദ്ധതികൾ ഒരുക്കുകയും നടപ്പിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുന്നു. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുന്നു. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക. ദ ലാസ്റ്റ് വൺ, സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക. സോ ഇത്രയുമാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നീതി ആയോഗിൻ്റെ ഘടനയാണ്. എങ്ങനെയാണ് നീതി ആയോഗിൻ്റെ സ്ട്രക്ചർ ഒരുക്കിയിരിക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. സോ നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ എപ്പോഴും ആര് തന്നെയാണ്? പ്രധാനമന്ത്രിയായിരിക്കും. അപ്പോൾ എന്താണ്? നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതുപോലെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? അത് പ്രധാനമന്ത്രി നിയമിക്കുന്ന വ്യക്തി തന്നെയാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയും വൈസ് ചെയർപേഴ്സൺ പ്രധാനമന്ത്രി നിയമിക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കും. അതുപോലെ ഇതിനൊരു ഗവേണിംഗ് കൗൺസിൽ ഉണ്ടായിരിക്കും. ഗവേണിംഗ് കൗൺസിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും ഉൾപ്പെടുന്ന ഒരു കൗൺസിലാണ് ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഗവേണിംഗ് കൗൺസിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും ഉൾപ്പെടുന്ന ഒരു കൗൺസിലാണ് ഗവേണിംഗ് കൗൺസിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, പ്രാദേശിക കൗൺസിൽ. അതുപോലെ തന്നെ ഒരു പ്രാദേശിക കൗൺസിൽ ഉണ്ടായിരിക്കും. പ്രാദേശിക കൗൺസിൽ എന്ന് പറയുന്നത് ഒരു ടെമ്പററി ഫോം ആയിരിക്കും. അതായത് ഒന്നിലധികം പ്രശ്നങ്ങളെ ബാധിക്കുന്ന പ്രാദേശിക കൗൺസിൽസ് ഇവർ സൃഷ്ടിക്കും. ഇവ ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രമാണ് രൂപീകരിക്കുന്നത്. സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും ഇതിലുൾപ്പെടും. നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നോമിനിയായിരിക്കും പ്രാദേശിക കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ട് വരിക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, അഡ്ഹോക്ക് അംഗങ്ങൾ. നീതി ആയോഗിലെ അഡ്ഹോക്ക് അംഗങ്ങൾ എന്ന് പറയുന്നത് ആരായിരിക്കും? മുൻനിര സർവകലാശാലകളിൽ നിന്നും ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള എക്സ് ഒഫീഷ്യോ ശേഷിയിൽ പരമാവധി 2 പേർ ഇതിൽ ഉൾപ്പെടും. ഇവർ റൊട്ടേഷൻ അടിസ്ഥാനത്തിലായിരിക്കും ഇവരുടെ നിയമനം വരിക. അപ്പം എന്താണ് അഡ്ഹോക്ക് അംഗങ്ങൾ? മുൻനിര സർവകലാശാലകളിൽ നിന്നും ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള എക്സ് ഒഫീഷ്യോ ശേഷിയിൽ പരമാവധി 2 പേർ ഉൾപ്പെടുന്ന ഒരു ടീമാണ് അഡ്ഹോക്ക് അംഗങ്ങൾ എന്നുദ്ദേശിക്കുന്നത്. ഇവർ റൊട്ടേഷൻ അടിസ്ഥാനത്തിലായിരിക്കും ഇവരെ നിയമിക്കുക. ദ നെക്സ്റ്റ് വൺ, എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന കേന്ദ്ര മന്ത്രിസഭയിലെ പരമാവധി 4 മെമ്പേഴ്സിനെ ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന കേന്ദ്ര മന്ത്രിസഭയിലെ പരമാവധി 4 മെമ്പേഴ്സ് ഉൾപ്പെടുന്ന ഒരു ടീമാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. ദെൻ CEO അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി റാങ്കിലുള്ള വ്യക്തിയെ ഒരു നിശ്ചിത കാലത്തേക്ക് പ്രധാനമന്ത്രി നിയമിക്കുന്നതാണ്. അപ്പം എന്താണ്? CEO അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി റാങ്കിലുള്ള വ്യക്തിയെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി റാങ്കിലുള്ള വ്യക്തിയെ ഒരു നിശ്ചിത കാലത്തേക്ക് പ്രധാനമന്ത്രി നിയമിക്കുന്നതാണ് CEO എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു നീതി ആയോഗിൽ പ്രത്യേക ക്ഷണിതാക്കളുമുണ്ട്. അവർ ആരൊക്കെയാണ്? പ്രഗത്ഭരായ വ്യക്തികൾ, പ്രശസ്തരായ സ്പെഷ്യലിസ്റ്റുകൾ തുടങ്ങിയവരെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യും. ഇവരെ അംഗങ്ങളായി പരിഗണിക്കാറില്ല. പ്രത്യേക ക്ഷണിതാക്കളും ഏതിലുണ്ട്? നീതി ആയോഗിൽ ഉണ്ട്. അതുപോലെ നീതി ആയോഗിലെ നിലവിലെ മുഴുവൻ സമയ അംഗങ്ങൾ ആരൊക്കെയാണ്? VK സരസ്വത്, രമേശ് ചന്ദ്, ഡോക്ടർ VK പോൾ. ആരൊക്കെയാണ്? VK സരസ്വത്, രമേശ് ചന്ദ്, ഡോക്ടർ VK പോൾ എന്നിവരാണ് നീതി ആയോഗിലെ നിലവിലെ മുഴുവൻ സമയ അംഗങ്ങൾ എന്ന് പറയുന്നത്. സോ ഇത്രയും പേര് ഉൾപ്പെടുന്നതാണ് നീതി ആയോഗിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, നീതി ആയോഗിൻ്റെ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 7 പില്ലേഴ്സ് ഉണ്ട്. അതായത് 7 തൂണുകളുണ്ട്. അപ്പോൾ അതെന്താണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോ പീപ്പിൾ എന്ന് പറയുന്ന ഒരു പില്ലർ എന്താണ് ഉദ്ദേശിക്കുന്നത്? സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അപ്പം എന്താണ് പ്രോ പീപ്പിൾ എന്ന് പറയുന്ന ഒരു പില്ലർ എന്താണ് ചെയ്യുന്നത്? സമൂഹത്തിൻ്റെ
രാജ്യത്തിൻ്റെ ആവശ്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. ഇത് നീതി ആയോഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട പില്ലറാണ്. അതുപോലെ തന്നെയാണ് പ്രോ ആക്ടിവിറ്റി. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? രാജ്യത്തിനകത്തുള്ള പൗരന്മാരുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നാണ്. രാജ്യത്തിനകത്തുള്ള പൗരന്മാരുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ലക്ഷ്യമാണ് പ്രോ ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ പാർട്ടിസിപ്പേഷൻ. എന്താണ്? നീതി ആയോഗിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുക എന്നാണ്. നീതി ആയോഗിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നത് പാർട്ടിസിപ്പേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ എംപവറിംഗ്. എംപവറിംഗ് എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി, അതുപോലെ പദ്ധതി നടത്തിപ്പിലും പദ്ധതി ആസൂത്രണം ചെയ്യുന്ന സമയത്തും സ്ത്രീകളെ കൂടി മുൻകൂട്ടി കാണണം. ഇതാണ് എംപവറിംഗ് എന്ന് പറയുന്നതാണ്. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതികളിലും അതുപോലെ പദ്ധതി നടത്തിപ്പിലും പദ്ധതി ആസൂത്രണം ചെയ്യുന്ന സമയത്തും സ്ത്രീകളെ കൂടി മുൻകൂട്ടി കാണണമെന്നതാണ് എംപവറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ഇൻക്ലൂഷൻ. എന്താണ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്? ഇൻക്ലൂഷൻ ഓഫ് ഓൾ എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിക്കുക എന്നതാണ്. ഇപ്പോൾ SC, ST, OBC, മൈനോറിറ്റി തുടങ്ങി എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങളെ ഉൾക്കൊള്ളിച്ചു വേണം രാജ്യത്തിൻ്റെ നയപരിപാടികളുമൊക്കെ ആവിഷ്കരിക്കപ്പെടാൻ എന്നതാണ് ഇൻക്ലൂഷൻ എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ഇക്വാലിറ്റി. ഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പദ്ധതികളിലും നയങ്ങളിലുമൊക്കെ സമത്വം ഉണ്ടായിരിക്കണം. പദ്ധതികളിലും നയങ്ങളിലും സമത്വം ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു ടേമാണ് ഇക്വാലിറ്റി. ദെൻ ട്രാൻസ്പെറൻസി. എന്താണ് ട്രാൻസ്പെറൻസി? ഓരോ പദ്ധതി നടപ്പിലാകുമ്പോഴും അതിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി വ്യക്തമായൊരു ധാരണ ജനങ്ങൾക്കുണ്ടാകണം. എന്താണ്? ഓരോ പദ്ധതി നടപ്പിലാകുമ്പോഴും അതിൻ്റെ ലക്ഷ്യത്തെ പറ്റിയിട്ട് വ്യക്തമായൊരു ധാരണ ആർക്കുണ്ടായിരിക്കണം? ജനങ്ങൾക്കുണ്ടാകണം. സോ ഈ 7 ടേംസ് ആണ് നീതി ആയോഗിന് പ്രധാനപ്പെട്ട പില്ലേഴ്സ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, അതുപോലെ ഇനി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട്. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 എന്നാണ്. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 എന്നതാണ് 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ നീതി ആയോഗ് പുറത്തിറക്കിയ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇന്ത്യൻ ഇൻഡെക്സ് 2019 ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. എന്താണ്? നീതി ആയോഗ് പുറത്തിറക്കിയ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇന്ത്യൻ ഇൻഡെക്സ് 2019 ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. നെക്സ്റ്റ് വൺ നീതി ആയോഗിൻ്റെ ഹെൽത്തി സ്റ്റേറ്റ്സ് പ്രോഗ്രസീവ് ഇന്ത്യ 2017-18 റിപ്പോർട്ട് പ്രകാരം ഓവറോൾ പെർഫോമൻസ് വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. അപ്പം എന്താണ്? നീതി ആയോഗിൻ്റെ ഹെൽത്തി സ്റ്റേറ്റ്സ് പ്രോഗ്രസീവ് ഇന്ത്യ 2017-18 റിപ്പോർട്ട് പ്രകാരം ഓവറോൾ പെർഫോമൻസ് വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ 2019 നീതി ആയോഗ് ഇന്ത്യ ഇന്നവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കർണാടകയാണ്. എന്താണ്? കർണാടകയാണ് 2019 നീതി ആയോഗ് ഇന്ത്യ ഇന്നവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. ഇതിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയായിരുന്നു? അത് 6-ാം സ്ഥാനമായിരുന്നു. ഓക്കെ, ഇപ്പോൾ കേരളത്തിന് 6-ാം സ്ഥാനമായിരുന്നു 2019 നീതി ആയോഗ് ഇന്ത്യ ഇന്നവേഷൻ ഇൻഡെക്സിലെ സ്ഥാനം എന്ന് പറയുന്നത്. ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കർണാടകയാണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ നീതി ആയോഗിൻ്റെ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആൻഡ് ഫാർമർ ഫ്രണ്ട്ലി റീഫോംസ് ഇൻഡെക്സ് 2019 അതായത് AMFFRIയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. അപ്പം എന്താണ്? നീതി ആയോഗിൻ്റെ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആൻഡ് ഫാർമർ ഫ്രണ്ട്ലി റീഫോംസ് ഇൻഡെക്സ് 2019 AMFFRIയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. നെക്സ്റ്റ് വൺ മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നീതി ആയോഗിൻ്റെ കീഴിൽ സ്ഥാപിതമായ സ്വയം ഭരണാധികാര സ്ഥാപനം ഏതാണ്? അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ഇതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, NILRD, അതായത് NILERD. ഇതാണ് എന്തെന്ന് പറയുന്നത്? മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നീതി ആയോഗിൻ്റെ കീഴിൽ സ്ഥാപിതമായ സ്വയം ഭരണാധികാര സ്ഥാപനം. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നീതി ആയോഗിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇനി വരുന്ന വീഡിയോകളായിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള മറ്റു മേഖലകളെക്കുറിച്ചും അവയുടെ അനുബന്ധ വിവരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇവയൊക്കെ കേരള PSC, SSC, CAS, UPSC എക്സാം സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.